അവള് വന്നണ്ണ, ഞാൻ കണ്ട്. അതെ, എൻ്റെ അണ്ണ ഇത്രയും നാൾ ഞാൻ ആരെയും സ്നേഹിച്ചിരുന്നേ, കാത്തിരുന്നേ. ഗായത്രിയാ? അത് പൊളിച്ച് കളറായല്ല. ഞാൻ ഗായത്രിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ സ്കൂളിലെ മോഷണത്തിന് സത്യാവസ്ഥ പറയും. നല്ലതാ. പിന്നീട് ഞാൻ എൻ്റെ ഇഷ്ടം പറയും, അവളെ പ്രേമിക്കും, കല്യാണം കഴിക്കും, അങ്ങോട്ട് സുഖിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇട നീ ധൈര്യമായിട്ട് പോയി പെണ്ണി ചോദിക്കടാ. പ്രസന്ന ടീച്ചറോ? പ്രഭ ടീച്ചറേ, മനസ്സിലായില്ലേ? എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പൊ ഇന്നലെ വണ്ടിയിൽ വന്നവന്മാർ ആരാടി? പ്രഭ ടീച്ചറേ, കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയാം. മോൾക്ക് ആലോചന നോക്കുന്നുണ്ടെങ്കിൽ അവളെ ഞങ്ങൾക്ക് തന്നൂടെ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഗായത്രി മോളെ, ഇന്നലെ മോളെ ഒരു വണ്ടി ഫോളോ ചെയ്ത് വന്നായിരുന്നോ? അതാരും ഇന്നലെ ഇവര് തമ്മിൽ കണ്ടായിരുന്നേ. ഞങ്ങള് കാര്യമായിട്ടാ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ധൃതിയൊന്നുമില്ല. പിന്നെ അരുണിന്റെ ഗ്രഹനില ഇതിലുണ്ട്. ടീച്ചറേ, ഏതാ മോളുടെ നക്ഷത്രം? അവള് വൃശ്ചികത്തിലായില്യവാ. അപ്പൊ പിന്നെ നോക്കാനൊന്നും ഇല്ലെന്നേ. അവൻ മീനത്തിലെ പൂരവാ. നല്ല നാളികേർച്ചയാ. കഴിക്കേ. കഴിക്കാം കഴിക്കാം കഴിക്കാം. ചുമ്മാതല്ല അവരെന്നെ ഫോളോ ചെയ്തത്. ഒന്നും മിണ്ടാതിരിക്കാടോ. விக்ரமண்ணா, சந்தானம் எப்படி இருக்க? நல்லா இருக்கா? எனக்கு என்ன சௌக்கியமா இருக்கண்ணா. ஏன்னா லேட் ஆயிடுச்சு? நம்ம நந்த சார் இல்லையா, ஊர்ல போலீஸ் ஸ்டேஷன்ல பெரிய பார்ட்டி இருந்தேன். என்னது, போலீஸ் ஸ்டேஷன்ல பார்ட்டியா? பெரிய ஆளு. அப்படியா? ஆமா ஆமா. ஆனா இது எதுக்கு வச்சிருக்கு வாழை இந்த பூவெல்லாம் போட்டு? தம்பி, நம்ம தமிழ்நாட்டுல இப்ப பொங்கல் 5 நாளைக்கு இந்த கம்பெனி லீவு. அது முடிஞ்சதுக்கு அப்புறம் தான் லோட இறக்க முடியும். 5 നാളാ? അരി മൂഞ്ചി. അതെ, ലോഡൊക്കെ ഇറക്കി പതുക്കെ അങ്ങ് വന്നാ മതി. എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് കാത്തിരിക്കണം. കൊള്ളാടാ. ഒരു പെണ്ണെ കണ്ടപ്പോഴത്തേക്ക് നീ അണ്ണനെ മറന്നല്ലോ അല്ലേ? അതൊന്നുമല്ല. ചെല്ലടാ. അല്ല, ഞാൻ പറയണേ. இங்க பாரு தம்பி, 5 நாள் இங்க கோவில்ல திருவிழா. நம்ம ஆடலாம், பாடலாம், சேர்ந்து கொண்டாடலாம். ഇതിപ്പോ കാര്യങ്ങളൊക്കെ ഇരുകൂട്ടർക്ക് ഓക്കെ ആയി സ്ഥിതിക്ക് നമുക്ക് കല്യാണത്തിന്റെ ഡേറ്റ് അങ്ങ് നിശ്ചയിക്കാം. അത് പറയാനാണ് ഞങ്ങളും വന്നത്. ഈ ചിങ്ങം കഴിഞ്ഞ മോന്റെ ജാതക പ്രകാരം സമയം മാറുക. അതിനു മുമ്പ് ഡേറ്റ് എടുക്കാം. നിങ്ങളെ സൗകര്യം പോലെയൊക്കെ നിശ്ചയിച്ചു. ഞങ്ങൾ എന്തിനും റെഡിയാ. അന്ന് എന്നെ മനഃപൂർവ്വം വണ്ടി ഇടിക്കാൻ നോക്കിയതാണല്ലേ? അയ്യോ അല്ല, അത് വെറുതെ തമാശക്ക്. ഓ, അപ്പൊ തമാശക്ക് വണ്ടിയല്ലേ എടുപ്പിക്കും? ഇല്ല, അത് വിട്ടേക്ക്. അന്ന് വണ്ടി തട്ടാഞ്ഞത് കാര്യായി. അല്ലെങ്കിൽ ഈ പെണ്ണ് കാണല്ലേ നമുക്ക് പോലീസ് സ്റ്റേഷനിലാക്കേണ്ടി വന്നേനെ. അതെന്താ? മാഷെ, നമ്മള് വെള്ളായിരുന്നില്ലേ? യു ആർ റിയലി സ്മാർട്ട്. ആഹാ, രണ്ടാളും വൈബ് സെറ്റ് ആണല്ലോ. അപ്പോ ബാംഗ്ലൂർ വരുമ്പോ കമ്പനി അടിക്കാൻ ആളായി. അപ്പോ അരുണേ, അമ്മ, പോണ്ടേ? ഈ ചായ കുടിക്കാൻ എനിക്ക് ഓർമ്മയില്ല. പോട്ടെ. മണിയണ്ണാ, എന്താ സുരേ ഇത് കെട്ടിട്ട് ഒരു 500 രൂപ എടുത്തേ. ഇവിടെ ഒരു 600 കൊല കെട്ടി തൂക്കിയാലും നിന്റെ ഇവിടുത്തെ പറ്റ് തീരത്തില്ല. കഴിക്കാൻ എന്തെങ്കിലും കുറച്ച് ആനപ്പിണ്ടം പുഴുങ്ങി വെച്ചിട്ട് എടുക്കട്ടെ. കാലത്തന്നെ ഇറങ്ങിക്കോളൂ. ഒരു പണിക്കും പോയില്ല അവനൊക്കെ. അവന് വേറെ പണിയൊന്നും ഇല്ലടാ. ഉണ്ടായിരുന്നൊരു പണി ആനപ്പിണ്ടം അടവെച്ച് പോയില്ലേ. ആശാന്റെ കൂടെ ഞാൻ ഉടനെ കയറും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇത് തന്നെ പറയണം. അതിൽ നന്ദു ഇറങ്ങണ്ട സുരേ, നിനക്ക് തിരിച്ചു കയറാൻ. അവ ഉടനെ ലോറിയിൽ നിറങ്ങും. അതിനുള്ള പണി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയത് ജഡായു ലോറി നിന്നാണെങ്കിൽ കേറുന്നതും ജഡായുലായിരിക്കും. എന്തായിരുന്നു ഇവിടെ? ചേട്ടാ, അല്ല, നന്ദുവിനോടെയും വിക്രമൻ ചേട്ടനോടെയും വേറെ ആരെങ്കിലും പോയായിരുന്നു? എന്താ?
അല്ല അവര് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, രണ്ടുപേരെ ഫോൺ സ്വിച്ച് ഓഫാ. ഈ ആഴ്ച തമിഴ്നാട്ടിൽ പൊങ്കലല്ലേ, അത് കഴിഞ്ഞേ വരത്തുള്ളൂ. ആ ചിലപ്പോ അതായിരിക്കാം. ഓ ശരി. അല്ല എന്നാ ചായ കുടിച്ചിട്ട് പോ. വേണോ ഞാൻ പൈസ കൊടുക്കാം. ശേ ഞാനും കൂടെ പോയാൽ മതിയായിരുന്നു. എന്തിനി? അല്ല എന്റെ നമ്പർ കൊടുത്തെങ്കിൽ ഞാൻ സ്പോട്ടിൽ വിളിച്ച ഫോൺ എടുക്കില്ലായിരുന്നു. അതിന് നീ ഇവിടെ സർവേക്കല്ല് പോലെ നിൽക്കല്ലേ? അതാണ് പ്രശ്നം. കൊണ്ടുപോയില്ല, അതാണ്. ചായ എടുക്ക. ഓ ശരി രാജാവേ. കൊല തട്ടിയാണ്. പൊങ്കൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ പൊന്നോ, വിക്രമണന്റെ അഴിഞ്ഞാട്ടമായിരുന്നില്ലേ, കാട്ടുപുളി വൈബായിരുന്നു. എടാ നന്ദു, ഇതെന്താ ഇത്രയും പൊതികള്? അതൊക്കെ ഉണ്ടറാ. എന്താ പരിപാടി? മനസ്സിലായി. അരുൺ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? നിന്റെ ഫോൺ എവിടെ? ഇവന്റെ ഫോണോ? അത് പോലീസ് സ്റ്റേഷനിൽ പണയം വെച്ചേക്കല്ലേ. പോലീസ് സ്റ്റേഷനിൽ ആ കഥ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞുതരാം. അതെ 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 ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടാ. എന്ത് പരിപ്പടന്ന കേസ് ഞാൻ ചോദിച്ചോണ്ട് പറഞ്ഞു കൊടുക്കും. ആ പറയുമോ? ആ പറയും. അതങ്ങനെ പറയാൻ പറ്റിയ കഥയൊന്നുമില്ല. ഇവൻ വെറുതെ അവന്റെ ഫോൺ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, അത്രേ ഉള്ളൂ. പൊങ്കലിന് പോയി രണ്ടിലും വട്ടായി. എടാ ചുക്രൂടാ, ദേ ആരെ വന്നേക്കണോ നിന്റെ മാമ പിന്നെ കണ്ട. പന്തല്ല പാണ്ടിപ്പേടാ, ഇതിന്റെ കയ്യിലൊരു പൊതി. അമ്മേ ഇന്നെന്താ പ്രത്യേകിച്ച്? പൊങ്കലിന്റെ സ്വീറ്റ്സ് ആണോ? ഏയ് പൊങ്കലിന്റെ ഒന്നുമല്ല, ഒരു പഴയ മുതല് തിരിച്ചു കിട്ടിയ സന്തോഷത്തില. എന്താ മോനെ പതിവില്ലാത്തൊരു പേനാ പ്രേമം? ഗായത്രി ചേച്ചി വന്നാ കണ്ടാ? എന്നിട്ടെന്തെങ്കിലും പറഞ്ഞ പറയും. എടാ അന്തേ, നിന്നെ അന്വേഷിച്ച് അരുൺ വന്ന് നിൽക്കുന്നുണ്ട്. ആ പിന്നെ പറയാം. ഓ മൈ തങ്കക്കുടം, എന്തുണ്ട്? ബാബുജി ചേട്ടൻ വെള്ളം എടുത്തേ. എന്താടാ എത്ര ദിവസമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു? നിന്റെ ഫോൺ എന്ത് ചെയ്യേ? എടാ പൊങ്കലിൽ പെട്ടുപോയടാ. ഫോണാണെങ്കിൽ മിസ്സാവുകയും ചെയ്ത് നിന്നെ വിളിക്കാനും പറഞ്ഞു. എന്താണ്? കൊച്ചിലോട്ട് എല്ലാ കാര്യത്തിനും കൂടെ വന്നിട്ട് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം വന്നപ്പോൾ നീ ഇല്ല. എന്ത് കാര്യം? എൻ്റെ കല്യാണം. കല്യാണോ? എന്നിട്ട് ഇപ്പോഴാണ് കള്ളാ നീ പറയുന്നത്? ഏത് പെണ്ണേത്? നമ്മൾ അന്ന് കണ്ട പെണ്ണില്ലേ, അവൾ തന്നെ. ഞാൻ പറഞ്ഞേ എടാ പെണ്ണ് നിനക്ക് സെറ്റാണ്. നീയും അവളും അവളുടെ ആർമിയിലുള്ള ആംഗളമാരും രക്തരൂഷിതമായിരിക്കും, ഫുൾ വെടിവെപ്പായിരിക്കും. അതല്ലടാ. പിന്നെ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചേ. എടാ എന്നെ ആദ്യം കാണിക്കും, നീ അവളെയല്ലോ കാണിക്കണ്ട. നീ കാണണ്ട, ആദ്യം കൊച്ചു കാണട്ടെ. ഓ കിട്ടിയുടനെ വാൾപേപ്പർ ആക്കിയോ? ആഹാ കൊള്ളാലോ, നിങ്ങളെ നല്ല മാച്ചാ. സെറ്റ്. എല്ലാരും പറഞ്ഞു. ആളുടെ പേരെന്താ? ഗായത്രി. എന്താടാ? ഗായത്രി. നമ്മുടെ പഴയ മലയാളം ടീച്ചറിന്റെ മോള് ഗായത്രി തന്നെ. എടാ വാ നമുക്ക് പോവാം, കല്യാണത്തിന് അധികം സമയമില്ലല്ലോ. എടാ ഞാനില്ലടാ, ഞാനിപ്പോൾ വന്നല്ലോ, നല്ല ക്ഷീണമുണ്ട്. എടാ എന്താടാ, എന്നൊരു കാര്യം ചെയ്യും, വൈകുന്നേരം ഇറങ്ങും. ഇപ്പം റെസ്റ്റ് എടുക്കേ. ഇനി എൻ്റെ കല്യാണം കഴിഞ്ഞ റെസ്റ്റ് ഉള്ളേ ട്ടാ. പോട്ടറാ. ശരി. അമ്മേ ശരിയല്ലേ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടേ. ശരി വന്നേക്കടാ. ശരി മോളെ.
നിനക്ക് അവനോട് സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്ന പ്രേമം നീ അവനോട് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. ആ, അവൻ അറിയാവോ? എനിക്കറിയില്ല. അവൻ അറിഞ്ഞില്ലെങ്കിലും നിന്റെ കാര്യം അന്വേഷിക്കേണ്ട ചുമതല അവനില്ലേ? എന്നിട്ട് അവൻ അന്വേഷിച്ച ഇല്ല. ആ, എന്ന് മാത്രമല്ല, നീ പ്രേമിച്ച നിന്റെ പെണ്ണിനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അവൻ അടിച്ചെടുത്തു. അവൻ അടിച്ചെടുക്കും. നിനക്ക് വിഷമമായില്ലെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം. പറയട്ടെ പറ. മോനെ നന്ദു, ഇത് നിനക്ക് അറിയാൻ പാടില്ലാത്തൊരു കളിയാണ്. ഈ അരുൺ എവിടെ വർക്ക് ചെയ്യണേ? ബാംഗ്ലൂർ. ബാംഗ്ലൂർ. അവളോ? അവളും ബാംഗ്ലൂരിൽ. അത് പറ. ആ, അരുൺ നാട്ടിലെത്തുന്നു. അവൻ നിന്നെയും കൂട്ടി ഞാൻ പറഞ്ഞ പെണ്ണ് കാണാൻ വരുന്നു. ആ പെണ്ണ് കാണൽ ചടങ്ങ് മുടക്കിയിട്ട് നിന്റെ തലേ തന്നെ കെട്ടിവെക്കുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കറക്റ്റ്. ഇത് അവളും അവനോട് പ്ലാൻ ചെയ്ത പരിപാടിയാടാ. നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിന്നെ പോഴനാക്കിയതാ പോഴൻ. ഇനി നീ ഒന്ന് ആലോചിച്ചു, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്നെ പറ്റിച്ചിട്ട് ഇവിടെ ഒരുത്തിന് സമാനത്തോടെ ജീവിക്കൂലടാ. അത് ഞാൻ സമ്മതിക്കൂലടാ. ഇതെന്താ ചന്തയാണ്? നിനക്കൊക്കെ അടിച്ചു പൊട്ടിക്കാലോ കുപ്പി ഓടിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ കിടന്ന് വിളച്ചിറക്കാണ്ടല്ല അടിച്ചതിന്റെ നീയൊക്കെ കണ്ടോടാ അവരെ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചതാടാ. ഞാൻ കാണിച്ചതാടാ. കൊല്ലി നിനക്ക് വിക്രമ, നിനക്കറിയല്ല, ഇന്നേ വരെ അവൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. പക്ഷെ ഇത് ഗോപിയുടെ ഞാനിപ്പം എനിക്ക് ആന്തരികമായിട്ട് ഇവൻ ഒരാളേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ അവൻ തീരുമാനിക്കട്ടെ. അച്ഛാ, അച്ഛാ, എന്തിനാണ് ഈ പാവത്തിനൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അണ്ണാ, ഞാൻ ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കാം. എന്തിനാ? എവിടെയെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റുള്ള അണ്ണ. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ. ഇവിടെ നിന്നാലേ കുഴപ്പമില്ല. ഇന്ന് രാത്രി ഒരു ഓട്ടോ ഇട്ട് നമുക്കിപ്പോൾ വിട്ടേക്കാം. വാ. ഞാനൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് വേറെ പോകണം. എടാ, നീ ഇവിടെ നിൽക്കുന്നതാണ് കൂടുതൽ കുഴപ്പം. ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ തന്നെ പോവാം. ഞാൻ ഇവിടുന്ന് പോകണ. നീ ഇന്ന് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇനി മേൽ നീ എൻ്റെ കൂടെ വരണ്ട. ആ, അല്ലെങ്കിൽ ഈ കള്ളും പെണ്ണും തലയ്ക്ക് കയറിന് ഉദ്ദേശിക്കുന്ന കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായത്രി? ജ്വല്ലറിന്ന് ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നു. താഴേക്ക് ചെല്ലേ. വിഷ് യു വെരി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. നന്നായി ടൈറ്റ് ചെയ്യണേ. വാടാ, വന്ന് കയറ. അണ്ണാ, വണ്ടി എടുക്ക്.